ഒന്ന് ടീച്ചർ ജയിക്കുന്ന നമ്മളെ ഷാഫി പറമ്പിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില ഷാഫിയുടെ പാലക്കാടിലെ പ്രവർത്തനങ്ങളായാലും മറ്റ് അയാളുടെ ഇടപെടലായാലും അപ്പോൾ അതുകൊണ്ട് അയാളുടെ വിജയം സുനിശ്ചിതമായിരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ജയിക്കാൻ സാധ്യത പ്രഫുൽ കൃഷ്ണനാണ്. അദ്ദേഹം ജയിക്കുന്ന സമയത്താണ് നമുക്കറിയാം, ഏതൊരു പിഞ്ചു കുഞ്ഞിനോട് പറഞ്ഞാലും ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കും അടുത്തത് എന്ന് സ്വാഭാവികമായിട്ടും പറഞ്ഞു വരിക്കുന്ന അന്തരീക്ഷത്തിൽ ഇവിടുന്ന് ജയിച്ചു പോയിട്ട് എന്തെങ്കിലും ഉപകാരം കിട്ടണമെങ്കിൽ അത് പ്രഫുൽ കൃഷ്ണ തന്നെ പോകണം. ഇവിടെ ജയിക്കാൻ ശൈലജ ടീച്ചർ, കാരണം അറിയില്ല നമുക്ക് കൊറോണ സമയത്ത് വെള്ളപ്പൊക്ക സമയത്തല്ലോ മുപ്പർ ജയിക്കണം, മുപ്പറാ ജയിക്കണ്ടേ. ശൈലജ ടീച്ചർ തന്നെ ജയിക്കുമായിരിക്കും. ശൈലജ തോന്നുന്നു ടീച്ചറായിരിക്കും. പിന്നെ LDF സ്ഥാനാർത്ഥി ടീച്ചർ. ഇവിടെ ശൈലജ അത് തന്നെയാണിപ്പം തോന്നുന്നത്. ടീച്ചർ വേണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ഒരു താല്പര്യം എങ്ങനെയാണ് ഷാഫി പറമ്പിൽ. അയാള് നല്ലൊരു പ്രവർത്തകനും എല്ലാം ഉള്ള നല്ലൊരു വ്യക്തിയാണ്. ശൈലജ ടീച്ചറായിരിക്കും. ടീച്ചർ നല്ലൊരു വ്യക്തിയാണ്, ജയിക്കണ്ടേ. എൻ്റെ വോട്ട് ഷാഫിക്ക. ഞാൻ പണ്ടേ ഈ UDF ചെയ്യുന്നതാണ്. രണ്ടാളും തുല്യബലത്തിലല്ലേ പോകുന്നത്. ആര് ജയിച്ചു കഴിഞ്ഞാലും ഭൂരിപക്ഷം കുറവായിരിക്കും. ഇപ്പം ശൈലജ ടീച്ചറിലാണ്ട് വേറെ നല്ല ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. ഇവിടെ ഷാഫി ജയിക്കും. ഷാഫി ജയിക്കും. ഒരു താരായി ഇപ്പം വടകര. ഷാഫി ജയിക്കും. യുവത്വത്തിനാണ് പ്രാധാന്യം. യുവാക്കളുടെ പ്രശ്നങ്ങളാണ് പരിഹരിക്കുന്നത്. തൊഴിലില്ലായ്മയില്ലാതാണ്. ഷാഫി ആയിരിക്കും. കാരണം സപ്പോർട്ട്, യൂത്തിന്റെ സപ്പോർട്ട് മൊത്തം അവർക്കല്ലേ. ഷാഫി ഇവിടെ തന്നെ കണ്ടില്ലോ. ഷാഫി വന്നപ്പോൾ ഭയങ്കര അല്ലേ.